അസ്സലാമു അലൈക്കും. എടുത്തു വെച്ച ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ ആ ഇരിപ്പിരുന്നു ഐഷു. പലതവണ ഫോണെടുത്ത് ആശയെ വിളിക്കാമെന്ന് കരുതി. ഇന്നലെ മുജിക്കയെ കണ്ടപ്പോൾ താനൊന്ന് പതറിപ്പോയി. വിഷമിച്ചു എന്നുള്ളതൊക്കെ സത്യമാണ്. പക്ഷേ അതൊരിക്കലും അയാളോടുള്ള ഇഷ്ടമുണ്ടായിരുന്നില്ല. മറിച്ച് തന്നെ കണ്ട ഫൈസയിലുണ്ടായ ഭാവവ്യത്യാസങ്ങൾ കണ്ടിട്ടായിരുന്നു. താൻ കാരണം അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്ന് പേടിച്ചിട്ടായിരുന്നു. ഇത് കണ്ട് അവൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകുമോ ഇനി? അവൾക്ക് അങ്ങനെ തോന്നി. എന്തായാലും ആശി വന്നാൽ തുറന്നു സംസാരിക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു. ഒപ്പം തന്നെ അവനിൽ നിന്ന് വരുന്ന ചെറിയ അവഗണന പോലും തനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് അവൾ മനസ്സിലാക്കിയതായിരുന്നു. എന്താണ് അവനിലേക്ക് തന്നെ അടുപ്പിക്കുന്നത്? ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ തൻ്റെ മനസ്സ് ഇത്രമാത്രം വേദനിക്കുന്നത് എന്തുകൊണ്ടാവും? ഒരിക്കലും അകലാൻ കഴിയാത്ത വിധം അവനിൽ എന്നെ തളച്ചു നിർത്തുകയാണല്ലോ റബ്ബേ നീ. വന്ന് പെട്ടുപോയത് കൊണ്ട് മാത്രമാണ് ആശ തന്നെ പരിഗണിക്കുന്നതെങ്കിലോ അവനും ഒട്ടും ആഗ്രഹിച്ചിരുന്നില്ലല്ലോ ഈ വിവാഹം. പക്ഷേ അവൻ തന്നെ വെറും ഒരു കൂട്ടുകാരി മാത്രമായിട്ട് കാണുന്നതെങ്കിലോ? പലവിധ ചിന്തകൾ കൊണ്ട് അവൾ ഒരുങ്ങി. പുറത്ത് ആശയുടെ വണ്ടി നിൽക്കുന്നത് കേട്ടതും കാറ്റുപോലെയാണ് അവൾ പുറത്തേക്ക് പോയത്. എന്നാൽ ഒരു ചിരി മാത്രം സമ്മാനിച്ച് വാങ്ങിച്ച സാധനങ്ങൾ എടുത്തവൻ വേഗത്തിൽ അവളെ മറികടന്നു പോയി. സോറി, ലേറ്റ് ആയില്ലേ? വിശക്കുന്നുണ്ടോ? ഫുഡ് ഇപ്പോൾ എടുക്കാം. പാർസൽ വാങ്ങിയ ഫുഡുമായി അവൻ അകത്തേക്ക് പോയി. തിരികെ വന്ന് 2 പാത്രങ്ങളായി വിളമ്പി. ആശു കഴിച്ചു തുടങ്ങിയോ? ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറി വരാം. എന്നാൽ ഒരു വറ്റുപോലും ഇറക്കാൻ പറ്റാതെ അങ്ങനെ ഇരുന്നവൾ വേഷം മാറി വന്നിട്ട് ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന അവളെ ആശയ്ക്ക് വേദനയോടെ നോക്കി. ഇന്നലത്തെ സങ്കടം മാറിക്കാണില്ല. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നോ അയാളെ? അവനുള്ളിൽ ചോദിച്ചു. കഴിക്കടോ, താനെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? വയ്യേ? എന്നാൽ കണ്ണു നിറച്ചിരുന്ന് എന്തോ കഴിച്ചു എന്ന് കാണിച്ച് അവൾ വേഗം എഴുന്നേറ്റു. അവനും മനസ്സ് അസ്വസ്ഥമായി. അവനും ആ ഭക്ഷണം അതേപാടെ മൂടിവെച്ച് അവൾക്കരികിലെത്തി. തൻ്റെ സാധനങ്ങളെല്ലാം വല്ലതുമുണ്ടെങ്കിൽ പാക്ക് ചെയ്തോളൂ കേട്ടോ, നാളെ പോകണം. സെബീമയും ഉണ്ടാകും, തനിക്കൊന്ന് പരിചയമാകും വരെ. അത് പറഞ്ഞിട്ട് തിരിച്ചു നടക്കുന്ന അവൻ്റെ കൈകളിൽ ഒരു പിടി വീണു. എന്തേ എന്നോടൊന്നും മിണ്ടാതെ? പുതിയൊരു ഭാവത്തോടെ തേങ്ങലോടെ ചോദിക്കുന്നവൾ. നെഞ്ചിലൊരു ഭാരം കയറ്റി വെച്ച പോലെ നിന്നുപോയി അവൻ. ഞാൻ മിണ്ടിയല്ലോ ഇപ്പോൾ? അങ്ങനെയല്ല, ആദ്യത്തെ പോലെ മിണ്ടാൻ ഇഷ്ടമില്ലാത്ത പോലെ എനിക്ക് അങ്ങനെ തോന്നി. അത് പിന്നെ ഇന്നലെ മുജിയെ കണ്ടപ്പോൾ മുതലേ താനാകെ വിഷമത്തിലാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ. അവൻ പറഞ്ഞു നിർത്തി. വിഷമം തോന്നിയിരുന്നു. അത് പക്ഷേ ഫൈസയുടെ ഭാവം കണ്ടിട്ടായിരുന്നു. ഞാൻ കാരണം അവർക്കിടയിൽ വല്ല പ്രശ്നവും ഉണ്ടാവുമെന്ന് കരുതിയിട്ടായിരുന്നു, അല്ലാതെ വേറെ ഒന്നുമില്ല. അത് അവനോട് പറയണമെന്ന് തോന്നി. തുറന്നു പറയുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഞാൻ മുജിയോടുള്ള ഇഷ്ടം കാരണമാണ് വിഷമിക്കുന്നത് എന്ന് കരുതിയാലോ? ആശി വിടർന്ന കണ്ണുകളോടെ അവളെ നോക്കി. എനിക്ക് ഇഷ്ടമായിരുന്നതുള്ളത് നേരാണ്. ഉപ്പുപ്പയും അമ്മായും വിവാഹം പറഞ്ഞുറപ്പിച്ചത് മുതൽ വിവാഹം കഴിക്കാൻ പോകുന്ന അവനെന്ന നിലയിലും ബഹുമാനവും ഇഷ്ടമൊക്കെ മുജിക്കയോടുണ്ടായിരുന്നു. പക്ഷേ അതിൽ കവിഞ്ഞ് അയാളില്ലാതെ ജീവിക്കാൻ തോന്നാത്തത്ര പ്രണയമൊന്നും എൻ്റെ ഉള്ളിലെ മുജിക്കാനോട് തോന്നിയിട്ടില്ല. ഒന്നാമത്തേത് നിക്കാഹ് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു അടുപ്പ് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ആഷിഖിന് അത്ഭുതം തോന്നി. ഇത്രയ്ക്കൊന്നും ആയിഷു സംസാരിക്കുമായിരുന്നില്ല. എന്നിട്ടും തൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ എന്ന് കരുതി തന്നോട് തുറന്ന് സംസാരിക്കുന്ന അവളെ അവൻ അലിവോടെ നോക്കി. അവളെ ഒന്ന് നെഞ്ചോട് ചേർക്കാൻ വല്ലാത്ത കൊതി തോന്നി. അവൻ്റെ മുഖത്തെ വിഷാദഭാവം മാറി മുഖം വിടർന്നു എന്ന് കണ്ടതും അവൾക്കും ഉള്ളിൽ സന്തോഷം തോന്നി. എൻ്റെ ചോക്ലേറ്റ് പോലും ഇന്ന് വാങ്ങിക്കൊണ്ട് വന്നില്ല. സങ്കടം മാറി കുശുമ്പോടെ തന്നെ നോക്കി പറയുന്ന അവളെ അവൻ കൊതിയോടെ നോക്കി. പിന്നെ ചിരിയോടെ ചെന്ന് മാറിയിട്ട് ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്നൊരു ഡയറി മിൽക്ക് എടുത്ത് അവളുടെ നേരെ നീട്ടി. കൊച്ചുകുട്ടിയെപ്പോലെ അവനിൽ നിന്നത് വാങ്ങിക്കഴിക്കുമ്പോൾ താൻ എന്താ ഈ ഒരാളുടെ അടുത്ത് മാത്രം ഇത്ര സ്വാർത്ഥത കാട്ടുന്നത് എന്ന് ആലോചിക്കുകയായിരുന്നു അവൾ ചിരിയോടെ. രാവിലെ തന്നെ മുജീബ് പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഇന്ന് വൈകിട്ടോടെ ഒരു ബിസിനസ് യാത്രക്കുള്ള ഒരുക്കത്തിലാണ് മുജീബ്. ഫൈസ വന്നു അവനെ പിറകിൽ നിന്ന് പുണർന്നു. വേഗം വരാം. 1 മാസം നമുക്ക് ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൻ്റെ സങ്കടവും സന്തോഷവും അറിയാം. ഒരു പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആയിരിക്കും ഇങ്ങനെ ഒരു ഗ്യാപ്പ്. അവൻ അവളെ തിരികെ പുണർന്നുകൊണ്ട് പറഞ്ഞു. പേടിക്കേണ്ട ഫൈസ, ഇനി നിന്നിൽ നിന്നൊരു തിരിച്ചുപോക്ക് എനിക്കില്ല. അവൾക്കുള്ളിൽ സന്തോഷം തോന്നി. ഒപ്പം ഇഷൽ സ്വപ്നം കണ്ട ജീവിതം കൈപ്പിടിയിൽ ഒരുങ്ങിയ സന്തോഷവും. ഇത്ര പെട്ടെന്ന് തന്നെ അംഗീകരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല.
അവിടെ വന്നിപ്പോൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒന്നായവരായി മാറിയിരിക്കുന്നു തങ്ങൾ. അതിൽ പരം മറ്റെന്ത് വേണം? എറണാകുളത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം കഴിഞ്ഞു. നബിയമ്മയും വരുന്നുണ്ട്. അവരുടെ കൂടെ ഒപ്പം അക്കുവും. വാങ്ങിച്ച ഡ്രസ്സുകളും മറ്റ് സാധനങ്ങളും മാത്രമാണ് കൊണ്ടുപോകുന്നത്. വീട്ടുപകരണങ്ങളും എല്ലാം അവിടെ നിന്ന് വാങ്ങിക്കാം എന്നൊരു കണക്കുകൂട്ടലിലേക്കാണ് അവൻ. തങ്ങളുടെ വീട് ചെറിയൊരു ഫാമിലിക്ക് വീട്ടു സാധനങ്ങളടക്കം വാടക കൊടുക്കുകയും ചെയ്തു. അവർ അടുത്ത ആഴ്ച വരികയും ചെയ്യും. ഇശൽ വളരെ ഉത്സാഹത്തിൽ ആണെന്ന് തോന്നി അവന്. ഏറെ സന്തോഷത്തോടെ സാധനങ്ങളെല്ലാം അടക്കി ഒരുക്കി വെക്കുന്ന ഇശലിനെ അവൻ കണ്ണിമ വെട്ടാതെ നോക്കി. നിനക്ക് വിഷമമൊന്നുമില്ല ഇഷു? ഇവിടുന്ന് പോകാൻ? കുറച്ച് വിഷമമുണ്ട്, പക്ഷേ മാറി നിൽക്കുന്നതാണ് നല്ലത്. ഇവിടെ നമ്മളെ എല്ലാവരും വേറെന്തൊരു കണ്ണുകൊണ്ടല്ലേ നോക്കുന്നത്. അത് കാണുമ്പോൾ പോകുന്നതിൽ സന്തോഷമാണ് തോന്നുന്നത്. എന്നാലും പേടിയില്ല നിനക്ക് അറിയാത്തൊരു നാട്ടിൽ ജീവിക്കാൻ? അതിനെന്താ, ഒറ്റയ്ക്കല്ലല്ലോ, നിങ്ങളില്ലേ എൻ്റെ കൂടെ. അവനെന്നത് ധൈര്യമാണ്. അവന് സന്തോഷം തോന്നി. അത്രയ്ക്ക് വിശ്വാസമാണോ എന്നെ? അവൻ കുറുമ്പോടെ ചോദിച്ചു. ആരെക്കാളും എന്തിനേക്കാളും. അപ്പോൾ അവളുടെ കണ്ണുകളിൽ അവനോടുള്ള ഒരായിരം സ്നേഹത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ, പ്രണയത്തിൻ്റെ തിളക്കമുണ്ടായിരുന്നു. ഇശൽ നല്ല ഉത്സാഹത്തിൽ തന്നെയായിരുന്നു റെഡിയായത്. സബിയുമ്മ കൂടി വന്നപ്പോൾ അവൾ ഡബിൾ ഹാപ്പി. പിന്നെ അവരുമ്മയും മോളും ഒരു ബഹളം തന്നെയായിരുന്നു. കെട്ടിപ്പിടുത്തം, സ്നേഹപ്രകടനം, അങ്ങനെ എന്തൊക്കെയോ. കുശുമ്പ് കുത്തി ആയിഷയും അക്കവും. ആശ അവളുടെ സന്തോഷം ഒരു കൗതുകത്തോടെ നോക്കിയിരുന്നു. താക്കോൽ വാടക വീട്ടുകാരെ ഏൽപ്പിച്ച് പടിയിറങ്ങുമ്പോൾ ആഷിക്കിന് കൽപിടറി. ഒരു 20-25 വയസ്സ് വരെ താൻ ജീവിച്ചിട്ടും തൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും ഓർമ്മകൾ അനാഥത്വത്തിൻ്റെ നിഴലിലും തനിക്ക് സുരക്ഷ നൽകിയിടും. തന്നെ താനാക്കിയ തൻ്റെ ഉപ്പ തനിക്ക് തന്നെ പോയ ഏക സമ്മാനം, കരുതൽ, അതൊക്കെയാണ് ഈ വീട്. കാണുന്നവർക്ക് കുടിലാണെങ്കിലും അവൻ്റെ കൊട്ടാരം. പക്ഷേ ഈ മാറ്റം അനിവാര്യമാണ്. അവൻ്റെ മനസ്സിൻ്റെ ഇടർച്ചറിഞ്ഞിട്ട് എന്നോണം ഇശൽ അവൻ്റെ വിരൽ തുമ്പുകളിൽ മുറുകെ പിടിച്ചു. ആശ്വാസമെന്നോണം കണ്ണ് ചിമ്മിക്കാട്ടി. വണ്ടിയിലാകെ വിഷമിച്ചാണ് അവൻ ഇരുന്നത്. ഇശൽ പക്ഷേ പുറത്തെ കാഴ്ചകളിൽ ഒക്കെ കൗതുകം പൂണ്ടങ്ങനെ ഇരിപ്പാണ്. അവളുടെ മാറി മാറി വരുന്ന മുഖഭാവങ്ങൾ കണ്ടവന് ചിരിയും വരുന്നുണ്ടായിരുന്നു. അക്കു ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് എന്തൊക്കെയോ കലപില സംസാരിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇശലിനെ എന്തൊക്കെയോ പറഞ്ഞു വരുന്നുണ്ട്. അതിന് മറുപടിയായി ഇടയ്ക്ക് ഇശലിൻ്റെ വക നടുപ്പുറം നോക്കി ഓരോന്ന് കിട്ടുന്നുണ്ട്. അവളും അക്കുവും തമ്മിൽ ഇപ്പോൾ അങ്ങനൊരു റിലേഷൻഷിപ്പാണ്. കൂടെ പിറക്കാത്ത കൂടെപ്പിറപ്പുകൾ പെങ്ങളെ ഇന്നിടയ്ക്ക് വിളിക്കുന്നത് കാണാം. ഇടയ്ക്ക് എടി പിശാച്ചേ, പൊട്ടി, മണ്ടി മുതലായ മനോഹര വാക്കുകൾ അതൊക്കെയും അവൾ സാധിപ്പിച്ചു തുടങ്ങി. ഇടയ്ക്ക് രണ്ടും കൂടി തന്നെ കളിയാക്കി ചിരിക്കും. ചെവിക്ക് നല്ല തിരുമ്പും കിട്ടും അക്കുവിന്. അവളെ പിന്നെ അങ്ങനെ ചെയ്യാറില്ല. വലിയ ശിക്ഷകളൊന്നും കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം ആയിട്ടില്ല. പക്ഷേ നിന്റെ കെട്ടിയോൻ തന്നതാ, നീ തന്നെ എടുത്തോ എന്ന് പറഞ്ഞ് ആ കിഴക്കൊക്കെ അക്കു അവൾക്ക് തന്നെ കൊടുക്കും. കുറച്ചങ്ങ് ചെന്നപ്പോൾ വായും പൊത്തി ഇശൽ വണ്ടി നിർത്താൻ വെപ്രാളം. യാത്രയിലെ ഛർദി, ഗ്യാസ് ഒക്കെയാണ് പ്രശ്നം. ഒഴിവ് കണ്ടിടം വണ്ടി ഒതുക്കി നിർത്തി അക്കു. എൻ്റെ വണ്ടി നശിപ്പിക്കല്ലേ, പുറത്തേക്ക് തട്ടിക്കോ എന്നൊരു കളിയാക്കലോടെ. വഴിയോരത്ത് നിർത്തി ഛർദ്ദിക്കുന്ന ഇശൽ, പുറം തടവിക്കൊടുക്കുന്ന സെബിയുമ്മ. അക്കു കണ്ണുരുക്കി കവിളിൽ നാവുകൊണ്ട് നെല്ലിക്കയുണ്ടാക്കി അവലക്ഷണം പിടിച്ചൊരു നോട്ടം ആഷിയ. എന്താ മോനെ, അറിയാതെ വല്ല ഗർഭവും കയ്യിൽ നിന്ന് പോയോ എന്നൊരു ചോദ്യവും. ഒറ്റ ആട്ടായിരുന്നു ആഷി. പിന്നെ ഒരു കുപ്പി വെള്ളം എടുത്തവളുടെ നേർക്ക് നടന്നു. മുഖവും വായും ഒക്കെ കഴുകിച്ചു. പിന്നെയും പല പല സ്ഥലത്തും നിർത്തി ഛർദ്ദിച്ചാണ് അവർ ഉച്ചയോടെ കൊച്ചിയിലെത്തിയത്. അപ്പോഴേക്കും അവൾ ആകെ ക്ഷീണിച്ചിരുന്നു. അവരെ കാത്ത് ഏറെ സ്നേഹത്തോടെ സെബിയുമ്മയുടെ സഹോദരൻ അബ്ദുവും ഭാര്യ മുംതാസും മകൻ ഹബയും ഉണ്ടായിരുന്നു. നേരം വിചാരിച്ചതിലും വൈകിയല്ലോ. തിരക്കുണ്ടായിരുന്നു റോഡിൽ. അബ്ദു ആവേശത്തോടെ കാര്യങ്ങൾ തിരക്കി. നല്ല തിരക്കുണ്ടായിരുന്നു മാമ. പിന്നെ ഇവളുടെ ഒരു വാളുവെപ്പും. അക്കു പറയുന്നത് കേട്ട് ഐഷു കണ്ണു തുറപ്പിച്ച് അവനെ നോക്കി. അവൾ ദൂരയാത്ര പതിവില്ലാത്തത് കൊണ്ട് ഇടയ്ക്ക് നിർത്തി ഛർദ്ദിക്കേണ്ടി വന്നു. ആഷി പറഞ്ഞു, അത് ചിലർക്ക് അങ്ങനെയാ മോളെ, അതൊന്നും സാരില്ല, മോള് വാ. മുംതാസ് അവളെ കൂട്ടിക്കൊണ്ടുപോയി. ഒന്ന് ഫ്രഷായി വരുമ്പോഴേക്കും അവർ ഭക്ഷണമൊക്കെ റെഡിയാക്കി. സെബിയുമ്മക്ക് ഹിബയെ കിട്ടിയപ്പോൾ സ്വർഗം കിട്ടിയ സന്തോഷം. എത്ര നാളായി എൻ്റെ കുട്ടിയെ അമ്മായി കണ്ടിട്ട്. വാരി പുണരുകയായിരുന്നു അവൾ. കുട്ടിയോ, ഈ വലിയ പെണ്ണോ? എൻ്റെ ഉമ്മ, അങ്ങക്ക് എന്താ വളർന്ന് പോത്തുപോലെ നിൽക്കുന്ന ഇവളാ കുട്ടി? അക്കു അത്യാവശ്യം
കളിയാക്കി അവളെ. എന്നാലും അവനും അതിശയമായിരുന്നു അവളെ കണ്ടപ്പോൾ. കഴിഞ്ഞ വരവിന് വന്നപ്പോൾ ക്ലാസ്സിൽ പോയിരുന്നത് കൊണ്ട് കാണാൻ പറ്റിയില്ല. 2-3 കൊല്ലം മുമ്പ് മടിയിൽ കയറിയിരുന്ന് കൊണ്ടുവന്ന മിഠായി തിന്ന കുരിപ്പ് 3-4 കൊല്ലം കൊണ്ട് വളർന്ന വലിയ പെണ്ണായി സ്വഭാവത്തിൽ പോലും ഒതുക്കും നാണവും ഒക്കെ ആയിരിക്കുന്നു. പെൺപിള്ളേർക്ക് ഇങ്ങനെയൊക്കെ മുഞ്ചു വരുമോ പഠിച്ചോനെ? അക്കു ഉള്ളിൽ ചിന്തിച്ചു പോയി. ഹിബ അവളുടെ പിന്നിൽ നിന്നും മാറാതെ ഒപ്പം തന്നെ കൂടി. എന്തുകൊണ്ടോ അവൾക്ക് മിന്നായി ഓർമ്മ വന്നു. അതുപോലെ തന്നെ ഒരു കിലുക്കാൻ പെട്ടി. അവർ വേഗത്തിൽ കൂട്ടായി. ഭക്ഷണമൊക്കെ കഴിച്ച് അവരെല്ലാവരും ഫ്ലാറ്റ് കാണാൻ പോയി. ഫോട്ടോയിൽ കണ്ടതിനേക്കാൾ നന്നായി അവൾക്ക് ഫ്ലാറ്റ് ഇഷ്ടമാവുകയും ചെയ്തു. വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ തിരക്കിൽ നിന്ന് മാറി ഒഴിഞ്ഞൊരിടം. എന്നാൽ അടുത്തൊക്കെ വേറെ ഫ്ലാറ്റുകളും ആളുകളും ഉണ്ട് താനും. ഉള്ളിൽ കയറി നോക്കിയപ്പോഴും നല്ല സൗകര്യം. 2 ബെഡ്റൂം, 2 അറ്റാച്ച്ഡ് അടുക്കള, കുറച്ച് ചെറുതാണെങ്കിലും ഒരു മോഡേൺ ടച്ചാണ്. പിന്നെ ഒരു വർക്ക് ഏരിയ, അത്യാവശ്യം സ്ഥല സൗകര്യങ്ങളോടെ അതിമനോഹരമായൊരു ഫ്ലാറ്റ്. കർട്ടൻ വാങ്ങിയതൊക്കെ സെറ്റ് ചെയ്ത് അക്കവും ആശുവും കൂടി കുറച്ചു കഴിഞ്ഞ് പുറത്തു പോയി വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. കിച്ചണിൽ വേണ്ടതും ഒപ്പം അവ ഇട്ടുവെക്കാനുള്ള പാത്രങ്ങളും അതൊക്കെ അന്ന് രാത്രി തന്നെ മുന്താസും സബിയുമ്മയും കൂടി സെറ്റ് ചെയ്തു വെച്ചു. അന്ന് ഇശൽ ബിയുമ്മയുടെ കൂടെ അബ്ദുവിൻ്റെ വീട്ടിൽ തങ്ങിയെങ്കിലും ആഷിയും അക്കവും ഫ്ലാറ്റിൽ നിന്നു. പിറ്റേന്ന് തന്നെ ബാക്കിയുള്ള ഒരു കട്ടിലെ കിടക്ക, വാഷിംഗ് മെഷീന്, ചെറിയ ടേബിൾ, 2 കസേര എന്നിവ സെബീമയുടെ വകയായി മാറി. ഗ്യാസും അബ്ദുക്ക് എത്തിച്ചു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ വകയായി ചെറിയൊരു വീട് എന്ന രീതിയിൽ കാര്യങ്ങളെത്തി. പിറ്റേ ദിവസം രാവിലെ സെബീമയുടെ കൈകൊണ്ട് തന്നെ ആഷിയും ഐഷുവുമായി ചേർന്ന് പാലുകാച്ചൽ നടത്തി ഫ്ലാറ്റിലേക്ക് കയറി. ഒരു പുതിയ തുടക്കം, അവരുടെ ജീവിതത്തിൻ്റെ പുതിയ അധ്യായം. എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതം നീ ഹൈറിലാക്കണേ നാഥാ, സെബീമ ഉള്ളിരുകി പ്രാർത്ഥിച്ചു. വളരെ നല്ല രീതിയിൽ തന്നെ ചെറിയ തോതിലാണെങ്കിലും പാലുകാച്ചൽ ഗംഭീരമായി തന്നെ നടന്നു. ഐഷുവിൻ്റെ മുഖം കണ്ടാൽ അറിയാമായിരുന്നു അവൾക്കുള്ളിലെ സന്തോഷം. ചെറിയ രീതിയിൽ ഒരു ഉച്ചഭക്ഷണവും അബ്ദുമാമയുടെ കടയിൽ നിന്നും ആഷി ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. ഇബയും മുന്താസും അബ്ദുമാമയും സെബീമയും അക്കവും ആഷിയും വളരെ കുറച്ചു പേരെ ഉള്ളൂ എങ്കിലും ഒരുപാട് പേർ കൂടെയുള്ളത് പോലെയാണ് ഐഷുവിന് തോന്നിയത്. ഒരിക്കൽ പോലും വീട്ടുകാരെ ഓർത്ത് സങ്കടം പോലും അവൾക്ക് വന്നില്ല എന്നുള്ളതാണ് അവളെ തന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞത്. അടുത്ത ഫ്ലാറ്റുകളെ കുറച്ച് ആളുകളെ വന്ന് അവരെ പരിചയപ്പെട്ടു പോയി. അവരോടെല്ലാം നല്ല സന്തോഷത്തിൽ തന്നെ ആഷിയും ഐഷും സംസാരിച്ചു. സെബീമ നോക്കിക്കാണുകയായിരുന്നു ആ മക്കളുടെ സന്തോഷം. അവരും ഉള്ളുകൊണ്ട് നാഥനോട് സ്തുതി പറഞ്ഞു. വൈകിട്ട് അബ്ദുമാമയും മുന്താസും എല്ലാം തിരിച്ചുപോയി. എങ്കിലും ഹിബ അവളുടെയും സെബീമയുടെയും കൂടെ അവിടെ തങ്ങി. സെബീമയുടെയും അക്കുവിനോടും 3-4 ദിവസങ്ങൾ കഴിഞ്ഞ് തിരികെ പോയാൽ മതിയെന്ന് വാശി പിടിച്ചിരിക്കുകയാണ് ആഷിയും ഐഷുവും. സെബീമയും ഹിബയും ഒരു റൂമിലും അക്കു ഹാളിലും കിടക്കാമെന്ന് തീരുമാനിച്ചതോടെ വീണ്ടും ഒരു മുറിയിൽ ഒരുമിച്ച് എന്ന അവസ്ഥയിലേക്ക് ആഷിയും മിഷലും എത്തി. സെബീമയുടെ അവിടെപ്പെട്ട ഒരു ദിവസം ഒഴിച്ച് എല്ലാ ദിവസവും 2 ഇടങ്ങളിലായാണ് അവർ കിടന്നു പോന്നിരുന്നത്. ഇവിടെയും 2 ബെഡ്റൂം ഉള്ളതുകൊണ്ട് അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് കരുതിയത്. ആഷി ചെല്ലുമ്പോൾ ഉണ്ട് എന്തോ ആലോചിച്ചിരിപ്പുണ്ട് ഐഷു. മുഖത്ത് പതിവിലും സന്തോഷം. അവനും അത് കണ്ട് സന്തോഷം തോന്നി. അടുത്ത് വന്നവൻ നിന്നിട്ടും ആലോചനയിൽ തന്നെയാണ് അവൾ. ഐഷു, അവൻ്റെ വിളി കേട്ടാണ് അവൾ ആലോചനയിൽ നിന്നും ഉണർന്നത്. എന്താണ്, നല്ല സന്തോഷത്തിലാണെന്ന് തോന്നുന്നല്ലോ. അതിനെ അവൾ അതേന്ന് തലയാട്ടി. സത്യമായിട്ടും തനിക്ക് സങ്കടമൊന്നുമില്ലടോ. എത്ര വെറുപ്പിലാണെങ്കിലും വീട്ടുകാരുടെ കൂടെ ആയിരുന്നപ്പോൾ തൻ്റെ വീട്ടുകാർ തനിക്കരികിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അറിയാത്തൊരു നാട്ടിൽ തനിക്ക് പേടിയില്ല ഐഷു? അവൻ ചോദിച്ചു. പേടിയോ? എന്തിനെ? ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, നിങ്ങളില്ലേ? പുഞ്ചിരിയോടെ തന്നെയാണ് അവൾ അതിന് മറുപടി പറഞ്ഞത്. തന്നോടുള്ള വിശ്വാസമാണ് അവളുടെ മുഖത്ത് സന്തോഷമെന്ന് കണ്ടപ്പോൾ അവനാകെ ഉള്ളു നിറയുന്നത് പോലെ തോന്നി. ഇവിടെ ഇഷ്ടമായോ ഐഷു? നല്ല ഇഷ്ടമായി. ജോലി ചെയ്യുന്ന സ്ഥലം കുറേ ദൂരെയാണോ? ഇല്ലടോ, ഇവിടെ അടുത്ത് തന്നെയാണ്. അബ്ദുമാമയുടെ കടയിൽ കയറിയില്ലേ നമ്മൾ? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ് കട. ഒന്ന് പരിചയമാകുന്നത് വരെ ആ വീട്ടിൽ നിന്ന് ഇരുന്നാൽ മതി. താൻ പകല് അതൊന്നും വേണ്ട, അതൊക്കെ അവർക്കൊരു മുഷിപ്പാവില്ലേ? അല്ലാതെ എനിക്കെന്ത് സമാധാനമാണോ ഉണ്ടാവുക? കുറച്ച് ദിവസങ്ങൾ അതൊന്ന് കടന്നു പോകണം നമ്മളെ ഇവിടെ സെറ്റായി വരാൻ. അതുവരെ എൻ്റെ ഐഷു ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അതിനൊരു കൊച്ചുകുട്ടിയെപ്പോലെ അവൾ തലനക്കി. ഇന്നിവിടെ ഒരുമിച്ച് കിടക്കാൻ പേടിയുണ്ടോ? അവൻ്റെ ചോദ്യത്തിന് അവൾ മനോഹരമായി പുഞ്ചിരിച്ചു. ഇതിനു മുമ്പ് നമ്മൾ ഒരുമിച്ച് കിടന്നിട്ടുണ്ടല്ലോ, അന്ന് എനിക്ക് പേടിയൊന്നും തോന്നിയില്ലല്ലോ, അവൾ കുറുമ്പോടെ പറഞ്ഞു. അതും പറഞ്ഞവൾ
ആ ചുമരിനോട് ചേർന്ന് കയറിക്കിടന്ന് അവന് കിടക്കാൻ ഇടമൊരുക്കി. അവന് കയ്യും കാലും വിറക്കുന്നത് പോലെ തോന്നി. അവൾക്ക് പക്ഷെ ഒരു കുലുക്കവുമില്ല. എന്തൊക്കെയോ ചോദിക്കുന്നുമുണ്ട് പെണ്ണ്. ഹിബയുടെ കാര്യം സബീമയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞാൽ ചെയ്തു തരുമോ? ഐഷുവാണ് ചോദിച്ചത്. എന്താടോ? എനിക്ക് കുറച്ച് പ്ലാന്റ്സും പ്ലോട്ടുമൊക്കെ വാങ്ങിത്തരുമോ? ഇഷ്ടമാണോ ചെടികളൊക്കെ? ആ കുറേ. എന്നിട്ട് എന്താ ഇത്ര നാളായിട്ടും പറയാതിരുന്നത്? ഉറപ്പായും വാങ്ങിത്തരാം. ഒരു 2 വീലർ നോക്കണം നാളെ. പിന്നെ ഇവരെല്ലാം പോയി കഴിഞ്ഞ് അതിൽ പുറത്തേക്ക് പോയി ഐഷുവിന് എന്ത് വേണമെങ്കിലും വാങ്ങിത്തരാം. എന്നും ഇതുപോലെ സന്തോഷമായിട്ട് ഇരുന്നാൽ മതി. അത് പറഞ്ഞു തീർന്നതും കണ്ണു നിറഞ്ഞതുപോലെ അവനുള്ളിൽ അത്രയധികം ഇഷ്ടമുണ്ടാവും തന്നോട്. ഉള്ളിലിരുന്ന് ആരെ പറയും പോലെ ഇനി അങ്ങോട്ട് സങ്കടിപ്പെടേണ്ടി വരില്ലെന്ന്. എന്തോ ആലോചനകൾക്കൊടുവിൽ സംസാരങ്ങൾക്കൊടുവിലും അവൾ മയങ്ങി. ആഷിഖ് മെല്ലെയൊന്ന് ചിരിഞ്ഞു കിടന്നു. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടു കൂടി ഉറങ്ങുന്ന പെണ്ണ്. നിലാവ് പോലെ വെളുത്ത തുടുത്ത മുഖം. അവൻ ആ മുഖത്ത് വീണിക്കിടക്കുന്ന മുടിയിഴകൾ മാടിയൊതുക്കി അവളുടെ മുഖത്തേക്ക് നോക്കി. ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല ഉപ്പൂപ്പ എന്നെ വിട്ടുകളയില്ല ഉപ്പൂപ്പ. അതും പറഞ്ഞ് കുഴഞ്ഞ് തൻ്റെ കയ്യിലേക്ക് വീണ പനിനീർ പോലൊരു പെൺകുട്ടി. അടി കിട്ടിയ അവളുടെ മുഖത്തെയും പാടും, ചുണ്ടിലെ പൊട്ടും, നെറ്റിയിലെ മുറിവും കുഴഞ്ഞു വീണ് അവളെ നെഞ്ചിലേക്ക് ചേർക്കുമ്പോൾ കരയുകയായിരുന്നു താൻ. എന്തിനെന്നറിയില്ല. ഇപ്പോഴും ഈ മുഖം ഇങ്ങനെ നോക്കിക്കിടക്കുമ്പോൾ ഇപ്പോഴും അറിയാതെ കണ്ണു നിറയുന്നുണ്ട്. പടച്ചോൻ എനിക്കായി തന്ന നിധി. ഈ ആഷിക്കിന് ആദ്യമായി പടച്ചോൻ തന്ന വിലപിടിപ്പുള്ള സമ്മാനം തിരിച്ചെടുക്കല്ലേ നാഥാ. അവളുടെ ഉള്ളിൽ എന്താണെന്ന് എനിക്കറിയില്ല. ഒരിക്കലും പിരിക്കല്ലേ ഞങ്ങളെ. അത്രത്തോളം അവളെ സ്നേഹിച്ചു പോകുന്നുണ്ട് ഞാൻ. അവൻ്റെ ഉള്ളം റബ്ബിനോട് യാചിച്ചു. ഒപ്പം തന്നെ ഒരിറ്റു കണ്ണുനീർ അവളുടെ നെറുകിൽ ഇറ്റി വീണു അവൻ്റെ കണ്ണിൽ നിന്ന്. അവളോട് സമ്മതം ചോദിക്കാതെ സ്പർശിക്കുന്നത് തെറ്റാണെന്നറിഞ്ഞിട്ടും ആ നെറുകിൽ ഒന്ന് മുത്തിപ്പോയി അവൻ. പിന്നെ മെല്ലെ പുതപ്പെടുത്ത് അവളെ പുതച്ചു കെടുത്ത് അവളിൽ നിന്നും കുറച്ച് മാറിക്കിടന്നു. ഉറക്കമുണർന്ന് ആശ കേൾക്കുന്നത് അടുക്കളയിലുള്ള ഐഷയുടെയും ഹിബയുടെയും കലപിലെ ശബ്ദമാണ്. എന്താണ് അടുക്കളയിൽ ഉമ്മയും മക്കളും കൂടെ? അവനൊരു ചിരിയോടെ ചോദിച്ചു. സഹായിക്കാനെന്ന് പറഞ്ഞ് ഇവറ്റകൾ രണ്ടും കൂടി എന്നെ വശം കെടുത്താണ് മോനെ, സബീമ പറഞ്ഞു. ഇവ ആളൊരു കാന്താരിയാണ്, ഒപ്പം വായാടയും. അവളെ കളിയാക്കി കൊല്ലലാണ് അക്കുവിന് മെയിനായിട്ടുള്ള ഹോബി. ഇടയ്ക്ക് അവൾ അവനെ കണ്ണു തെറിപ്പിച്ച് നോക്കി പേടിപ്പിക്കുന്നതും കാണാം. ഏകദേശം ഒരു കീരിയും പാമ്പും പോലെ അവർ. ഫ്രഷായി വരുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായിരുന്നു. അതൊക്കെ കഴിച്ച് അക്കുവും ആശയും എങ്ങോട്ടോ പോകാൻ റെഡിയായി. എങ്ങോട്ടാ മക്കളെ? സബീമയാണ് ചോദിച്ചത്. ഇന്ന് ആ അബ്ദുറസാഖിക്ക ഒന്ന് ചെല്ലാൻ പറഞ്ഞു. അവന് ഷോപ്പിലേക്കല്ലേ ജോലി ശരിയായിട്ടുള്ളത്. അയാളെ കണ്ട് സംസാരിക്കാനുണ്ട്. അബ്ദുമാമയും ഒപ്പുണ്ട്. പിന്നെ ഒരു ബൈക്ക് നോക്കിയിരുന്നു, അതും കൊണ്ടുവരണം. സലാം പറഞ്ഞു പോകുന്ന അവരെ നോക്കി നിന്നു അവർ മൂവരും. കണ്ണിൽ നിന്ന് മറിയുന്നോറും ഐഷുവിനെ നോക്കി ചിരിച്ചുകൊണ്ടായിരുന്നു അവൻ പോയത്. അവൻ പോയ വഴിയെ നോക്കി നിൽക്കുന്ന ഐഷുവിനെ നോക്കിയിരുന്നു സബീമ. പാതിയാണ് അവൻ്റെ റൂഹിൻ്റെ പാതി. വരാനിരിക്കുന്നത് അവരുടെ പ്രണയത്തിൻ്റെ തീവ്രമായ നാളുകളാണെന്ന് ആ ഒരു നോട്ടത്തിൽ നിന്നും മനസ്സിലാക്കിയെടുക്കുകയായിരുന്നു അപ്പോൾ സബീമ. എന്നെ മിസ് ചെയ്യുന്നുണ്ടോ പെണ്ണെ? മുജീബിൻ്റെ ചോദ്യം ഒരു മഴ നനയും പോലെ ഫൈസിൽ വന്ന് പതിച്ചു. നല്ലോണം മുജിക്ക. എന്നെയോ? ഇതെന്തൊരു ചോദ്യം? എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ടെന്നറിയോ എൻ്റെ പെണ്ണിനെ? അവൻ്റെ പറച്ചിലിൽ അവളാകെ കോരി തരിച്ചുപോയി. എത്ര ദിവസം കഴിഞ്ഞാൽ വരിക? കുറച്ച് ദിവസം കഴിയും മോളെ. ഒരു വലിയ ബിസിനസ് മീറ്റപ്പാണ്. നമ്മുടെ 1-2 ബിസിനസ് പ്ലാൻ കൂടി അവതരിപ്പിക്കാനുണ്ട്. ഓൾ ദി ബെസ്റ്റ് മുജിക്ക. താങ്ക്സ് ഡാ. എന്നാൽ എൻ്റെ മോള് കിടന്നോ. കൂടുതലൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട കേട്ടോ. ഞാൻ നിൻ്റേതാണ്, അത്രമാത്രം. ഈ അകൽച്ച നമുക്കുള്ളിലെ സ്നേഹത്തെ കൂട്ടുകയുള്ളൂ. അറിയാം. എനിക്കിപ്പോൾ വിശ്വാസമാണ് എൻ്റെ മുജിക്കയെ. വേറെ ഒന്നും എൻ്റെ ഉള്ളിലുമില്ല. ഓക്കെ ഗുഡ് നൈറ്റ് ഡാ. ഓക്കെ ഗുഡ് നൈറ്റ് ഇക്ക. അവൻ്റെ വിളികളിപ്പോൾ അങ്ങനെയാണ്. മുജിക്കിപ്പോൾ ഫൈസ എന്ന ജീവനാണ്. ഇത്രയും പെട്ടെന്ന് അവൻ ഇങ്ങനെ ആവുമെന്നൊന്നും താൻ കരുതിയില്ല. ഇത്രയും വലിയ ചതിയിൽ ഐഷുവിന് വന്ന സൗഭാഗ്യം തട്ടിത്തെറിപ്പിച്ച് അവനെ സ്വന്തമാക്കുമ്പോൾ അവൻ്റെ സ്വത്തുക്കളും പിന്നെ അവൾക്ക് വന്ന ഭാഗ്യം ഇല്ലാതെയാക്കണം എന്നത് മാത്രമായിരുന്നു ഫൈസയുടെ ലക്ഷ്യം. എന്നാൽ ഇന്ന് അതൊന്നുമല്ല. അവൻ നിന്ന് ഒരൊറ്റ ബിന്ദുവിലായി കറങ്ങുകയാണ് ഫൈസ ചിന്തിച്ചു പോയി. ഒപ്പം വന്ന് ആശയുടെ കൂടെ അവളെ കണ്ടതും പിന്നീട് തന്നോട് മുജിക്ക് കൂടുതൽ അടുത്തതും ഓർത്തപ്പോൾ അന്നങ്ങനെ സംഭവിച്ചത് നന്നായി എന്ന് പോലും അവൾക്ക് തോന്നിപ്പോയി. ഫോൺ കട്ട് ചെയ്ത് അവൻ്റെ മുഖമുള്ള വാൾപേപ്പറിൽ ചുണ്ടമർത്തി മുത്തിയെന്നവൾ. അത് കണ്ടുകൊണ്ടാണ് നസീറ അങ്ങോട്ട് വന്നത്.
മുജി വന്നതിന് ശേഷം കുറച്ച് ദിവസം വീട്ടിൽ പോയി നിന്നോളാൻ അമ്മായി പറഞ്ഞു വിടുകയായിരുന്നു അവളെ. ഉമ്മയെ കണ്ടതും അവൾക്ക് പെട്ടെന്ന് വല്ലാതെയായി. എന്നാൽ ഇതൊക്കെ കണ്ട് ഉമ്മ നെസിക്ക് അതൊക്കെ കണ്ട് വല്ലാതെ സന്തോഷം തോന്നി. ഒടുവിൽ അവനെ എൻ്റെ കയ്യിലേക്ക് വന്നോ പെണ്ണെ? ആ ഉമ്മ, ഇപ്പോൾ എന്നോട് മുജിക്കാക്ക് സ്നേഹമാണ്. അത് പറയുമ്പോൾ അവളുടെ മുഖം പൂനില ഉദിച്ചതുപോലെയായി. മിടുക്കി, ഇനി എൻ്റെ കാൽക്കീഴിലാവണം മോനെ. കുറേ ബിസിനസ്സും പൈസയൊക്കെ ഉള്ളോനാ. കാശൊക്കെ എൻ്റെ വലുതേക്ക് വരുത്തിക്കണം. നസീറയുടെ കുടല ബുദ്ധി വേഗം ഉയർന്നു. മുജിക്ക് എന്നെ സ്നേഹിച്ചിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ ഉമ്മ. ആദ്യം ഞങ്ങളൊന്ന് ജീവിച്ച് തുടങ്ങട്ടെ, എന്നിട്ട് മതി ബാക്കിയൊക്കെ. ഓക്കെ? ഫൈസയുടെ ഉള്ളിൽ അപ്പോൾ സ്വത്തും പണവും ഒന്നും ആയിരുന്നില്ല. അവൻ എന്നൊരു ഒറ്റ മന്ത്രണമായിരുന്നു. നല്ലത് പറഞ്ഞു തന്നെ എനിക്ക് തന്നെ വേണം. എന്താ ഉള്ള ആള്? നെസിക്ക് അരിശം വന്നു. ഞാനന്ന് അങ്ങനെ ഒരു ബുദ്ധി ഉണ്ടാക്കി ആ ഐശ്വ എന്നോളം ഒഴിവാക്കി തന്നോണ്ടല്ലേ എനിക്ക് ഓനെ കിട്ടിയത്. ഇപ്പോൾ അതും ഒരു കുറ്റായോ? ഇല്ലെങ്കിൽ ഇതിപ്പോൾ ഓൾ അനുഭവിക്കേണ്ടതാ. അത് ചിന്തിച്ചപ്പോൾ തന്നെ ഫൈസയ്ക്ക് നെഞ്ചിൽ തീകോരി ഇട്ട പോലെ തോന്നി. എൻ്റെ ഉമ്മ, അതല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ ഉള്ളിലിപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ജീവിതം മാത്രമേ ഉള്ളൂ, അല്ലാതെ സ്വത്തും പൈസ ഒന്നും ഇപ്പം ഇല്ല. എല്ലാം കഴിഞ്ഞ് എൻ്റെ വഴിക്ക് ഞാൻ കൊണ്ടുവരാം. അത് മതി മിടുക്കി, ഈ ഉമ്മാൻ്റെ മോളെന്നെ. നെസി അതും പറഞ്ഞ് തിരിച്ചുപോയി. എങ്കിലും പണ്ടൊക്കെ പൈസ ഉള്ള ചെക്കൻ എന്നൊരു കോൺസെപ്റ്റ് മാത്രം ഉണ്ടായിരുന്ന തൻ്റെ ഉള്ളിൽ മുജീബ് എന്നൊരു മന്ത്രം മാത്രം മുഴങ്ങി കേൾക്കുന്നത് എന്തെന്ന് ചിന്തിക്കുകയായിരുന്നു ഫൈസ അപ്പോൾ. അബ്ദുൾ റസാഖിക്കയുടെ വീട്ടിൽ ചെന്ന് ആഷിയും അക്കുവും. ഒരു വലിയ തറവാടാണ്. വാതിൽ തുറന്നത് ഒരു 40-45 വയസ്സ് തോന്നിക്കുന്ന ഒരു സ്ത്രീയാണ്. അയാളുടെ ഭാര്യ ആയിരിക്കണം. അബ്ദുൾ റസാഖിനെ കാണാൻ വന്നെന്ന് പറഞ്ഞപ്പോൾ അകത്തേക്ക് ക്ഷണിച്ചു. ആ വരൂ വരൂ റൂബി, ഇതാണ് ഞാൻ പറഞ്ഞ കട നോക്കാനും ഡ്രൈവിങ്ങിനും ഒക്കെയായി വന്ന പറഞ്ഞ പയ്യൻ ആഷിക്ക്. അബൂക്ക പറഞ്ഞതാ. ഇതെൻ്റെ ഭാര്യ. 2 മക്കളാണ് എനിക്ക്. മകൻ ദുബായിൽ ബിസിനസ്സൊക്കെ നോക്കുന്നു. മകൾ പഠിക്കുകയാണ് ബാംഗ്ലൂരിൽ. കുടുംബത്തെ പരിചയപ്പെടുത്തി അവർ വേഗം തന്നെ ഇറങ്ങി ഷോപ്പിലേക്ക്. അത്യാവശ്യം വലിയൊരു ഷോപ്പാണെങ്കിലും വലിയ രീതിയിൽ പുതിയ മോഡൽ രീതിയിലുള്ള ടൈൽ മാർബിൾ കളക്ഷനൊന്നുമില്ല. ഇത് ഞങ്ങളുടെ ആദ്യത്തെ ഷോപ്പാണ്. ഉള്ള ഷോപ്പുകളൊക്കെ വന്നപ്പോഴേ കുറച്ച് ശ്രദ്ധ പോയി. അപ്പോൾ ഇത്തിരി നോട്ടം കുറഞ്ഞു. വരുമാനവും വിൽക്കണം എന്നായിരുന്നു എൻ്റെ തീരുമാനം. പക്ഷേ എൻ്റെ ഉപ്പ സമ്മതിക്കുന്നില്ല. ഉപ്പ തുടങ്ങി വെച്ച ആദ്യത്തെ സംരംഭമല്ലേ, ഇവിടെ നിന്നാണ് എല്ലാ ബർക്കത്തിൻ്റെയും തുടക്കം എന്നാണ് ഉപ്പ പറയുന്നത്. ഇവിടെ ഒരാൾ വലിയ പണിയൊന്നും കാണൂല, സെയിലും കുറവാണ്. കളക്ഷന് മോശമായതുകൊണ്ടാണ്. സാവധാനം വിൽക്കാനുള്ളതാണ്. അതുകൊണ്ട് തൽക്കാലം വെറുതെ ഒരു പേരിൽ നോക്കി നടത്തിയാൽ മതി. പിന്നെ ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ വീട്ടിൽ എൻ്റെ ഭാര്യയ്ക്കും മോൾക്കും പുറത്തേക്ക് പോയി വരുമ്പോൾ ഒന്ന് പോവുക, ഡ്രൈവറായിട്ടല്ല, എൻ്റെ വീട്ടിലൊരു അംഗമായിട്ട്. അബൂക്ക പറഞ്ഞ ആളായതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വിശ്വാസം. ഇൻഷാ അല്ലാ. ആഷിക്ക് നിറഞ്ഞ മനസ്സോടുകൂടെ തന്നെ റസാഖിന് കൈ കൊടുത്തു. തൊട്ടടുത്തൊരു പെറ്റ് ഷോപ്പുണ്ട്. അവിടെ ഏകദേശം അവൻ്റെ പ്രായം തന്നെയുള്ളൊരു പയ്യനുണ്ട്. തിങ്കളാഴ്ച ജോലിക്ക് കയറാമെന്ന ഉറപ്പിൽ പിരിയുമ്പോൾ ആഷിഖ് അള്ളാഹുവിന് മനസ്സിൽ നിറഞ്ഞ സ്തുതി പറഞ്ഞു. വിചാരിച്ച ജോലിഭാരമില്ല, എന്നാൽ ശമ്പളം ഉണ്ട് താനും. രണ്ടാളും പിന്നെ പോയി ഒരു സെക്കൻഡ് ഹാൻഡ് 2 വീലറും വാങ്ങി. ഉച്ചയായപ്പോൾ തിരിച്ചു ചെല്ലുമ്പോൾ നല്ല വിഭവങ്ങൾ ഉണ്ടാക്കി കാത്തിരിക്കുന്നുണ്ട് സെബിയുമ്മയും ഹിബയും ഐഷവും. പിന്നെ എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചു. വീട്ടിലെ കുറച്ച് സാധനങ്ങൾ കൂടി സെറ്റ് ചെയ്തു. വൈകുന്നേരം ചായയും കഴിച്ച് അവർ എല്ലാവരും കുറച്ചു നേരം സംസാരിച്ചിരുന്നു. ഇടയിൽ തന്നെ കണ്ണുകൊണ്ട് മാടി വിളിക്കുന്ന ആഷിക്കരികിലേക്ക് ഐഷു എത്തി. എന്ത് എന്നൊരു ചോദ്യം കണ്ണിൽ. വേഗം റെഡി ആവുകയാണെങ്കിൽ 2 വീലറിൽ ഒന്ന് കറങ്ങി വരാം. പോരുന്നം? ആ, ഞാൻ ഇപ്പോൾ റെഡിയായി വരാം. വളരെ സന്തോഷത്തിലുള്ള അവളുടെ പോക്ക് കണ്ട് അവനും ചിരി വന്നു. കുറച്ചു നേരം കഴിഞ്ഞതും കാണാതെ ചെന്ന് നോക്കിയപ്പോൾ ഉണ്ട് 2 ടോപ്പും കയ്യിൽ പിടിച്ച് നിൽക്കുന്നുണ്ട്. എന്തേ ഐഷു, റെഡി ആയില്ലേ? ഇതിലേതാ ഇടേണ്ട ആഷിക്ക? അവളുടെ ചോദ്യം കേട്ട് അവനൊന്ന് നെട്ടി, പിന്നെ ചിരിച്ചു. അവൻ്റെ ചിരി കണ്ട് അവൾ ആകെയൊന്ന് അമ്പരന്ന് നോക്കി. പറയേ, ഏതാ നല്ലത്? ഉത്തരം പറയാത്തത് എന്തേ എന്ന പോലെ അവൾ വീണ്ടും അവനെ നോക്കി. എന്താ വിളിച്ചെന്നെ? ഒന്നും കൂടി വിളിച്ചേ. അപ്പോഴാണ് അവൾക്കും കാര്യം മനസ്സിലായത്. അറിയാതെ തന്നെ വായിൽ നിന്ന് വന്നതാ ആഷിക്കാന്ന്. നിങ്ങൾ അത് ഇത് എന്നൊക്കെയാണ് അതുവരെ വിളിച്ചിരുന്നത്. ഇതിപ്പോൾ അവൾ പോലും അറിയാതെ വായിൽ നിന്ന് വന്നുപോയി. അത് ഇത്ര കൃത്യമായി കണ്ടുപിടിച്ച ഈ ചെക്കനെ. അവൾക്ക് ചമ്മല് തോന്നി. അവളുടെ ഇഞ്ചി കടിച്ച മുഖം കണ്ട അവനും മെല്ലെ അടുത്ത് വന്നവൻ. ആ ബ്ലാക്ക് ടോപ്പ് ഇട്ടാൽ മതി, ജീൻസും. ഓക്കെ? തിരിച്ചു പോകുന്ന പോക്കിൽ തന്നെ
അവൻ്റെ ഒരു ബ്ലാക്ക് ഷർട്ടും എടുത്ത് കയ്യിൽ പിടിച്ചു അവൻ. എന്നിട്ട് അവളെ നോക്കി കണ്ണു ചെമ്പി. ഐഷു വേഗം ആ ടോപ്പ് എടുത്തിട്ട് ഒരു ഹിജാബും ചുറ്റി ഒരു ഷൂവും എടുത്തിട്ട് റെഡിയായി. ഷൂ വാച്ച് ഒക്കെ ആഷിഖ് അവൾ പോലും അറിയാതെ സാധനങ്ങൾ വാങ്ങുന്ന കൂട്ടത്തിൽ വാങ്ങിയതാണ്. അവനിപ്പോൾ അങ്ങനെയാണ്. അവന് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കും. അത് മിക്കവാറും അവൾ ആഗ്രഹിക്കുന്നതാവും. അവൾ ഷൂ ഇടുമ്പോൾ അത് ആലോചിച്ച് ചിരിച്ചു. തിരിച്ചു ചെല്ലുമ്പോൾ അവൾ വെയർ ചെയ്തിരിക്കുന്നത് പോലെ തന്നെ ഒരു ബ്ലാക്ക് ഷർട്ടും ബ്ലൂ ജീൻസും ഒക്കെയായിട്ട് റെഡിയായിട്ട് ഇരിപ്പുണ്ട് ആഷിഖ്. ബ്ലാക്ക് ഷർട്ട് അവൾക്ക് ഇഷ്ടമായിട്ട് അവൾ എടുത്തതാണ്. അല്ല, ഇതെന്താ രണ്ടാളും കൂടി മാച്ചൊക്കെ? അക്കു പറഞ്ഞു. ആ, നല്ല ചേർച്ചയുണ്ട് രണ്ടാളും. ഓ, എന്ത് ഭംഗിയാ. പൊടി, എൻ്റെ മക്കളെ കണ്ണിടാതെ. ആഷിഖിൻ്റെ കൈ പിടിച്ച് നിൽക്കുന്ന ഐഷുവിനെ കണ്ട് സെബീമയുടെ ഹൃദയം കവിഞ്ഞു. ഇങ്ങനെ അവർ എന്നും ചേർന്ന് നിൽക്കണേ നാഥാ, അവർ ഉള്ളുരുകി പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാനേ ഐഷുവിനെ കൊച്ചിയൊക്കെ ഒന്ന് ചുറ്റി കാണിച്ചിട്ട് വരാം. കുറേ ദൂരം ഒന്ന് പോണ്ടിട്ടോ മോനെ. ഇല്ല സെബീമ, ജോലിക്ക് കയറിയാൽ പിന്നെ തിരക്കാവും. അല്ല, ഞായറാഴ്ചയൊക്കെ പുറത്തു പോകാൻ പറ്റുക. ഇന്ന് അത്യാവശ്യം കറങ്ങിയിട്ട് വരാം. വൈകാതെ നിങ്ങൾ കിടന്നോ. എത്താനാകുമ്പോൾ ഞാൻ അക്കുവിനെ വിളിച്ചോളാം. ടൂ വീലറിൽ അവനോട് അത്രയും ചേർന്ന് രണ്ട് സൈഡിലും കാലിട്ടി അവനെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന ഐഷുവിനെ കണ്ടതും അക്കുവിനും വീട്ടുകാർക്കും മനസ്സിലായി അവർ തമ്മിൽ ചെറിയൊരു ഇഷ്ടമൊക്കെ മനസ്സിൽ ഉണ്ട് എന്ന്. അവർക്കെല്ലാവർക്കും ഉള്ളിൽ സന്തോഷം തോന്നി. അവർ പോയി അങ്ങ് ദൂരം പിന്നിട്ട് കഴിഞ്ഞിട്ടും അങ്ങോട്ട് നോക്കി ചിരിക്കുന്ന അക്കുവിനെ അത്രയും സന്തോഷത്തിൽ സെബീമയെ നോക്കി. ഉമ്മാക്ക് എന്ത് തോന്നുന്നു അവരെ പോക്ക് കണ്ടിട്ട്? സന്തോഷം തോന്നുന്നു മോനെ. അതല്ല, അവർ തമ്മിൽ കുറച്ച് അടുപ്പൊക്കെ ആയതുപോലെ ഉണ്ടല്ലോ. ആ, എനിക്കും തോന്നി മോനെ. അൽഹംദുലില്ലാ, അങ്ങനെ ആവട്ടെ, അവർ പറഞ്ഞു. ഒറ്റയ്ക്കൊക്കെ ജീവിച്ചു തുടങ്ങി കഴിയുമ്പോൾ അവർ നല്ല രീതിയിൽ തന്നെ അടുത്തോളം. അതും പറഞ്ഞ് സെബീമ അകത്തേക്ക് കയറിപ്പോയി. ഇങ്ങനെ ഒക്കെ നിന്നാൽ മതിയോ? നമുക്കും പോകണ്ടേ ഇങ്ങനെയൊക്കെ? അടുത്തു നിന്നൊരു അപശബ്ദം. അതാരാ? അതാ മുറ്റത്തൊരു ഹിബ. അക്കു നെട്ടി. ഈ കുരിപ്പിനെന്താ പറയുന്നതെന്ന ഭാവത്തിൽ. അല്ല, ഇങ്ങനെയൊക്കെ നിന്നാൽ മതി, ഒരു പെണ്ണൊക്കെ കെട്ടണ്ടേന്നാണ് ഞാൻ ചോദിച്ചത്. അവൾ റൂട്ട് മാറ്റി. അവൻ അതിനെന്നൊരു ഭാവത്തിൽ അവളെ നോക്കി. അല്ല, ഞാൻ മതിയോന്ന് വീണ്ടും അവൾ പറഞ്ഞു. പോയിരുന്ന് പഠിക്ക്. ആദ്യം മൊട്ടത്തോട് തലയിൽ നിന്ന് പോകട്ടെ. ഒപ്പം തന്നെ ചെവി പിടിച്ചൊരു തിരിയും. അല്ലാ ഉമ്മ. പെണ്ണ് ഒരൊറ്റ ഓട്ടം മുഖത്തേക്ക് വന്നുവെന്ന് എന്താ പറയേണ്ടത് എന്നൊരു രൂപമില്ലേ കുരുപ്പിന്. അവളുടെ ഒരു തമാശ. അവൻ പിന്നാലെ അകത്തേക്ക് നടന്നു. ഹിബ നേരെ സെബീമയുടെ അടുത്തേക്കും. പിറകിൽ ചേർന്നിരിക്കുമ്പോൾ അത്രയും അടുത്തുള്ള ഇരിപ്പിൽ അവനെ നെഞ്ചിടുപ്പേറി. വലിയ കെട്ടിടങ്ങളും ലൈറ്റും ആളും ബഹളവുമായി പകലും രാത്രിയും ആഘോഷമാക്കുന്ന കൊച്ചി. വേറെ ഒരു നഗരത്തിനും ഇതുപോലെ അത്ര മൊഞ്ച് ഇല്ല എന്ന് തോന്നിപ്പോവും. ന്യൂ ഇയർ ആയതിൻ്റെ ഭാഗം ആയുള്ള തിരക്ക് വേറെ. എന്ത് തിരക്കല്ലേ ഇവിടെ ആഷിക, അവൾ പറഞ്ഞു. ഇവിടെ നമ്മുടെ നാട് കാണും പോലെയുള്ള ഐഷു, എപ്പോഴും തിരക്കാണ്. എവിടെ പോകണം? മാളിൽ പോകണോ? വേണ്ട, തിരക്കില്ലാത്ത എവിടെയെങ്കിലും. തിരക്കില്ലാത്ത സ്ഥലം കുറവാകും, നമുക്ക് ബീച്ചിൽ പോവാം. തിരക്കില്ല എന്ന് പറയാൻ വയ്യ എങ്കിലും ആ നഗരത്തിൽ താരതമ്യേന തിരക്ക് കുറഞ്ഞൊരിടം. എത്ര പുൽകിയിട്ടും മോഹം തീരാത്ത പോലെ കരയെ വീണ്ടും വീണ്ടും ആഞ്ഞു പുൽകുന്ന കടൽ. അസ്തമയ സൂര്യൻ്റെ ചായം ചുവന്ന സന്ധ്യയിൽ ആകെ ചുവന്നു തൊടുത്ത സുന്ദരി പെണ്ണായി കടലും. ആ ചായം അല്പം കടമെടുത്തെന്ന പോലെ തൻ്റെ പെണ്ണിൻ്റെ ചുടികളും ചുവന്നിട്ടുണ്ടെന്ന് ആഷി ഓർത്തുപോയി. മറ്റുള്ളവരെല്ലാം കടലിലും തിരമാലയിലും കളിക്കുന്നുണ്ട്. ഐഷുവിനും കൊതി തോന്നി ഒന്ന് കാൽപാദങ്ങൾ നനയ്ക്കാൻ. ഒറ്റയ്ക്കിറങ്ങാൻ പേടിയാണ് അവൾക്ക്. അവനെ നോക്കുമ്പോൾ ആകെ ചിന്തയിൽ കടലിലേക്ക് നോക്കി ഇരിപ്പുണ്ട്. വലിയ ശക്തിയില്ലാതെ ഒരു തിരമാലയുടെ വരവിൽ ചെറുതായെന്ന കാലൊന്ന് നനച്ചെടുത്തവൾ. ആഹാ, പഞ്ചാര മണലും കാലിൽ വന്ന് കൊഞ്ചുന്ന തിരമാലയും അന്തസ്. വീണ്ടും വീണ്ടും ക്ഷണിക്കുന്ന കടലമ്മ. ചെല്ലാതെയായപ്പോൾ പിണങ്ങി പിന്മാറി വീണ്ടും അകന്നു. എല്ലാവരും പോകും പോലെ കുറച്ചൊന്ന് ഇറങ്ങിച്ചെല്ലാൻ പറ്റിയിരുന്നു എങ്കിൽ. ആലോചിച്ച് തീരുമ്പോഴേക്കും കൈകളിൽ പിടുത്തമിട്ട ആശയുടെ കൈകൾ അവളെ മുന്നോട്ട് നടത്തി ആ തിരമാലയിലേക്ക്. അവൾക്ക് സന്തോഷം കൊണ്ട് ഉള്ളിലും തിരമാല ആർത്തിരമ്പി. ഒരു വലിയ തിരമാല വന്നവളെ നെഞ്ചിലേക്ക് ചേർത്തവൻ. അവനെ ചുറ്റിപ്പിടിച്ചു പോയി അവളും. അവരെ ഒരുമിച്ച് പുൽകി ആ തിര പിന്മാറുമ്പോൾ രണ്ടാളും ആകെ നനഞ്ഞിരുന്നു. പേടിച്ചോ? അവൻ്റെ ചോദ്യം. കുറച്ച്. എന്തിനെ? ഞാനില്ലേ കൂടെ. അവൻ്റെ ധൈര്യത്തിൽ അവനോട് ചേർന്ന് വീണ്ടും വീണ്ടും തിരമാലയിൽ കുളിച്ചവൾ. അവളുടെ ഉള്ളം നിറഞ്ഞ ചിരി. അവൻ്റെ ഉള്ളിൽ 1000 മുഹബത്തിൻ്റെ തിരമാലകൾ ആഞ്ഞടിച്ചു. ഇൻഷാ അല്ലാ, ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.